അപ്പോൾ വെൽക്കം ടു അനദർ വീക്കെൻഡ് വീഡിയോ. ഈ വീക്കെൻഡ് വീഡിയോയിൽ നമ്മൾ ചിക്കൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് ആദ്യം നമ്മൾ എടുത്തത് വന്നിട്ട് 1 കിലോ ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കനിൽ നമുക്ക് വന്നിട്ട് ജിഞ്ചർ ഗാർലിക്കിന്റെ ചതച്ച ജിഞ്ചർ ഗാർലിക് വന്നിട്ട് നമുക്ക് അതിൽ ഇടാം. ഒരു 6-7 എണ്ണം ഗാർലിക്കും പിന്നെ ജിഞ്ചറും ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇടുക. പിന്നെ നമുക്ക് ലേശം തൈര് ഇടുക. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ചിക്കൻ മസാലയിൽ നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കണം. അപ്പൊ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു കാഷ്യൂ എടുക്കും. ഒരു 10-12 എണ്ണം നമുക്ക് കാഷ്യൂ ഇട്ടു. പിന്നെ നമ്മളെ തക്കാളി വന്നിട്ട് ഒരു 2 തക്കാളി നമ്മൾ ഇട്ടു കഷ്ണാക്കിയിട്ട്. പിന്നെ ഇതൊന്ന് നമുക്ക് പേസ്റ്റ് ആക്കാം. അപ്പൊ നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി. അപ്പൊ ഈ പേസ്റ്റ് ആയത് വന്നിട്ട് നമുക്ക് കുറച്ച് സൈഡിലേക്ക് ഇപ്പൊ വെക്കാം. നമുക്ക് ഇതിന്റെ ആവശ്യം അടുത്ത ഇതിലായിട്ട് വരും. അപ്പൊ നമുക്ക് എന്നാ ചിക്കൻ മസാല വന്നിട്ട് ഉണ്ടാക്കുന്നതിന് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പാന് വെച്ചു. പാന് ചൂടാക്കി പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടു. ഏകദേശം പിന്നെ ഈ ഓയിൽ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എണ്ണ നമുക്ക് ഏകദേശം ചൂടായി. എണ്ണ ചൂടായ എണ്ണയിൽ നമുക്ക് 2 വെല്ലുള്ളി ഇടുകയാണ് കേട്ടോ. 2 വെല്ലുള്ളി നമുക്ക് ഫൈനലി ചോപ്ഡ് വെല്ലുള്ളി. അപ്പൊ 2 വെല്ലുള്ളിനെ നമുക്കൊന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നതായിരിക്കും ഇതിനെ വന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഓയില്. ഇത് വേഗം ഫ്രൈ ആവാൻ വേണ്ടി ലേശം നമുക്ക് കുറച്ച് സോൾട്ട് കൂടാം കേട്ടോ. നമ്മളിവിടെ ചിക്കൻ മസാല ഉണ്ടാക്കുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളും ചിക്കന്റെ പേരാണ്. അപ്പൊ അവർക്ക് എന്ത് തന്നെ ആയാലും കോഴിനെ വിട്ടിട്ട് കളിയില്ല. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തെങ്ങാനും കോഴി മാത്രം ജനിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്തല്ലേ? അപ്പൊ നമ്മൾ ഇത് ഈ കളർ ചേഞ്ച് കണ്ടില്ലേ, നമ്മൾ ഉള്ളിന്റെ കളർ ചേഞ്ച് ആയതിനു ശേഷം ഇപ്പൊ നമുക്ക് അരച്ച് വെച്ച പ്യൂറി വന്നിട്ട് കേട്ടോ, ടൊമാറ്റോ ആൻഡ് കാഷ്യൂ. ഇതിനെ വന്നിട്ട് നമുക്ക് ഉള്ളിന്റെ കൂടെ ഈ പ്യൂരിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് നേരത്തേക്ക് കുക്ക് ചെയ്യാം. അപ്പൊ ഇതിന് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതിൽ വന്നിട്ട് നമുക്ക് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. 1-1.5 നമുക്ക് എരിവിന് അനുസരിച്ച്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു 1 ടീസ്പൂണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ടു 1.5 ടേബിൾ സ്പൂൺ. ഇതിനെയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂണ് ഗരം മസാല ഇട്ടു കേട്ടോ. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിന്റെ റോ ടേസ്റ്റ് സ്മെല്ല് പോകുന്ന വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന വരയ്ക്കും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പോകും. അപ്പൊ ഇത് നമ്മൾ കുറച്ച് ഗ്യാസ് സിം കണ്ടീഷനിലാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഏകദേശം റോ സ്മെല്ല് ഇങ്ങനെ പോകാന്നാകുമ്പോൾ നമുക്ക് ഒരു പിഞ്ച് ജീരകം വന്നിട്ട് നമുക്ക് ഇതിൽ ഇട്ടാം. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് തക്കാളിയൊക്കെ
പച്ചപ്പ് ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ഞാനും ജോയിൻ ചെയ്ത കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോ നമുക്ക് അറിയാലോ AML ഒക്കെ വന്നേ, മറ്റേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് ഒക്കെ. അപ്പൊ മനുഷ്യന്മാരെയൊക്കെ ഈ പണിയൊക്കെ എന്തൊക്കെയാന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. പോയിന്റ് ടു ബി നോട്ടഡ് ആണ് കേട്ടോ. നമ്മളെ ഇൻഡസ്ട്രിയിലും എല്ലാ ഇൻഡസ്ട്രിയിലും കുറച്ച് കുറച്ചായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്, അതിന്റെ ഇമ്പാക്ട്സ്. ചുമ്മാ പറഞ്ഞാണേ. ഇതിലെ എണ്ണ അങ്ങനെ കളറും ചേഞ്ച് ആയി, പിന്നെ എണ്ണ ലേശം സൈഡിലൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത് വന്നിട്ട് നമ്മള് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്ക് പുറത്തെടുത്തു. പിന്നെ ആ ചിക്കനെ വന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടു. അപ്പൊ ദാ പോയ ചിക്കൻ ദേ വന്നു. അപ്പൊ നമ്മൾ വന്നിട്ട് ഇതിനെ വന്നിട്ട് നന്നായിട്ട് നമ്മളെ മസാലേന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ മസാലയൊക്കെ ചിക്കനിലൊക്കെ അങ്ങോട്ട് നന്നായിട്ട് പിടിച്ചു വരട്ടെ. അപ്പോൾ ഈ ചിക്കൻ മസാല പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് 2 പച്ചമുളക് ഇട്ടു, പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു 15 മിനിറ്റ് ബോയിൽ ചെയ്യാൻ നമുക്ക് ഈ കണ്ടീഷനിൽ വിട്ടേക്കാം. അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഒരു കാര്യം കൂടെ കുറച്ചും കൂടെ ഇടണ്ടായിരുന്നു, സോൾട്ട് ഇട്ടോ. സോൾട്ട് ടു ടേസ്റ്റ്. അപ്പൊ അത് ഇട്ടു നമുക്ക്. അത് ഇട്ടിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ അതിന് ഒരു പിടുത്തം പിടിക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും വന്നിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിനെ അടച്ചു വെക്കാം. ഓക്കെ, ലിഡിട്ട് അടച്ചു വെച്ചു. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിനെ വേവിക്കാൻ വിടാം. അപ്പോൾ കോഴി അങ്ങനെ വെന്ത് വരട്ടെ. അപ്പൊ നമ്മൾ ചിക്കൻ ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചു. അപ്പൊ ഇതിന് നമ്മൾ ഒരു 5 മിനിറ്റ് ഈ ഓപ്പൺ കണ്ടീഷനിൽ ഇതിനെ വേവിക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി തിക്ക് ആവണം, അതിനെ കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഫൈനലായിട്ട് നമ്മുടെ ചിക്കൻ മസാല അങ്ങനെ കുറുകി മസാലയായിട്ട് ഇങ്ങനെ പിടിച്ച് ചിക്കനൊക്കെ മിക്സ് ആയിട്ട് ഇങ്ങനെ സെറ്റപ്പ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ ഈ രാത്രി നേരത്ത് ഈ ചിക്കൻ മസാലയും ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറൊക്കെ ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് അങ്ങോട്ട് പള്ളേന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിലേ അതൊരു സുഖം വേറെ തന്നെ കേട്ടോ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്കും ഇതൊക്കെ ഉണ്ടാക്കണം എന്നൊന്ന് തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. എന്നിട്ട് അടിപൊളിയായിട്ട് ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യണം. സോ ബൈ.